ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒക്ടോബർ 29 ആണ്. സോ നമ്മുടെ കീം എക്സാമിന് ഇനി 5 മാസമാണ് ടൈമുള്ളത്. ഏപ്രിലാണ് നമ്മുടെ കീം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ രാവിലെ ഒരു 6 മണിയായപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമുക്ക് മാത്സ് 3 ക്ലാസ്സും ഫിസിക്സ് 2 ക്ലാസ്സും കെമിസ്ട്രി 1 ക്ലാസ്സാണ് ഉള്ളത്. അതിലെ കെമിസ്ട്രിയിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നമ്മുടെ പെൻഡിങ് ടോപ്പിക്കാണ്. ഞാൻ നവംബർ 15 ആകുമ്പോഴേക്കും പെൻഡിങ് പോർഷൻസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലെ മാത്സിൻ്റെ പിന്നെ ക്ലാസ് എടുക്കുന്ന പോലെ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഫിസിക്സും കെമിസ്ട്രി എന്തായാലും കംപ്ലീറ്റ് ആക്കണം. മാത്സ് ഓൾമോസ്റ്റ് പോർഷൻസ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. കാൽക്കുലസും കൂടി ബാക്കിയുള്ളൂ. ഇപ്പോൾ ഇൻ്റഗ്രൽ വരെ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് മാത്സ് പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മാത്സ് നമുക്ക് 1 മണിക്കൂറിൻ്റെ അടുത്താണ് പാർട്ട് 1 പെൻഡിങ് വരുന്നത്. പിന്നെ കീം എക്സാമിൻ്റെ ഡേറ്റ് വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഞാനിവിടെ എക്സാമിൻ്റെ ഡേറ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി 5 മാസമാണ് ടൈമുള്ളത്. മാർച്ച് ഏപ്രിൽ കൂട്ടാണ്ട്. പിന്നെ മാർച്ചിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമാണ്, മാർച്ച് 28 വരെ. അപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കുറച്ച് നേരത്തെ പ്രിപ്പയർ ചെയ്താലാണ് നല്ല റാങ്കൊക്കെ കിട്ടുക, പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ പാർട്ട് 1 കംപ്ലീറ്റ് ആയി. നമ്മളൊരു 7:20 ആകുമ്പോൾ നമ്മൾ ബ്രേക്ക് എടുത്തു. പിന്നെ നമ്മൾ പാർട്ട് 1ൻ്റെ ക്ലാസ്സിൻ്റെ ഇടയിൽ കുറച്ച് നോട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് കോളൊക്കെ വരച്ച് എഴുതാണ്ടായിരുന്നു. സോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു 8:10 ആകുമ്പോൾ നമ്മുടെ സെക്കൻഡ് മാത്സ് പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്തു. മാത്സ് ഇപ്പോൾ മുന്നേ മാത്സ് പഠിച്ച കാരണം തോന്നുന്നു വീണ്ടും നമുക്ക് മാത്സ് പഠിക്കുമ്പോൾ കുറച്ച് ഇതായിപ്പോയി, കുറച്ച് ബോറടിച്ച് തുടങ്ങി. സോ അങ്ങനെ നമ്മൾ മാത്സ് എന്നല്ല, ഇത് വിഷയമാണെങ്കിൽ കൂടി നമ്മൾ ഒരു പകുതി കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് പഠിക്കാറ്. എപ്പോഴും സബ്ജക്റ്റ് മാറി മാറി പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. സോ അങ്ങനെ പിന്നെ മാത്സ് ആയതുകൊണ്ട് കുറച്ച് ടൈം അധികം എടുക്കും എനിക്ക് പഠിക്കുമ്പോൾ. മാത്സിന് കുറച്ച് ബാക്കി 2 സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ ചെറിയ ഇൻട്രസ്റ്റ് കുറവുള്ള കാരണം പെട്ടെന്ന് ബോറടിക്കും. പക്ഷേ ഇൻ്റഗ്രൽസ് അങ്ങനെ ബോറടിച്ച് തരുന്നില്ല. എന്നാലും നമ്മളൊരു ക്ലാസ് പകുതിയായപ്പോൾ നമ്മൾ ബ്രേക്ക് എടുത്തു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ നമുക്ക് ഫിസിക്സ് പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫസ്റ്റ് വിചാരിച്ചത് പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ കയ്യിൽ ഫിസിക്സിൻ്റെ നോട്ട്സ് ഉള്ള കാരണം നമുക്ക് കുറച്ച് കണ്ടൻറ്റാണ് നമുക്ക് അധികം പഠിക്കേണ്ടി വന്നുള്ളൂ. സോ നമ്മൾ ആ കണ്ടൻറ്റിൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷം പിന്നെ അതിൻ്റെ നോട്ട്സ് പോസ് ചെയ്ത് എഴുതിയെടുക്കുകയാണ് ചെയ്തത്. കണ്ടൻറ്റ് പെട്ടെന്ന് 2x കണ്ടു. പിന്നെ അതിൻ്റെ ശേഷം നോട്ട് പോസ് ചെയ്താണ് എഴുതിയിരുന്നത്. സോ അങ്ങനെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറിയ ഫ്യൂ മിനിറ്റ്സിൻ്റെ ബ്രേക്ക് എടുത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ സെക്കൻഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് സെഷനിൽ നമുക്ക് അത്യാവശ്യം നോട്ട്സ് എഴുതിയെടുക്കാനുണ്ടായിരുന്നു, കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും. സെക്കൻഡ് സെഷനിൽ നമുക്ക് ക്ലാസ് കാണാനും എഴുതിയെടുക്കാനും അത്യാവശ്യം ഉണ്ടായിരുന്നു. സോ അത് കഴിയുമ്പോൾ കുറച്ച് ടൈം എടുത്തു. പിന്നെ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ഒഴിവ് പോലെയാണ് ഞാൻ ചെയ്യൽ. സോ അപ്പോൾ ഈ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ വീട്ടിലത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടി പോയി. സോ പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2:45 നമുക്ക് മാത്സ് ആണ് ഫോക്കസ് ചെയ്തത്. മാത്സിൽ നമുക്ക് പാർട്ട് 2 കുറച്ച് ക്ലാസ് പെൻഡിങ് ഉണ്ടായിരുന്നു രാവിലെ. സോ നമ്മൾ പിന്നെ അതാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടിരുന്നത്. മാത്സ് കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ നോട്ട്സ് എഴുതിയെടുത്തു. മാത്സ് നമുക്ക് ഇൻ്റഗ്രൽസ് ഡേ ബൈ ഡേ ടഫായിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇന്ന് ഈ ആഴ്ച ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വരുള്ളൂ. പിന്നെ അടുത്ത ആഴ്ച ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കംപ്ലീറ്റ് ചെയ്യുള്ളൂ അടുത്ത ആഴ്ച. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷനും ആ ആഴ്ചയിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ടൈം ടേബിൾ വന്നിട്ടില്ല. പിന്നെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയായപ്പോഴാണ് അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്തത്. കെമിസ്ട്രിയിലെ ഇക്വിലിബ്രിയം എന്ന ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിലെ പാർട്ട് 3 തൊട്ട് പാർട്ട് 7 വരെ നമ്മുടെ പെൻഡിങ് ടോപ്പിക്കാണ്. സോ ഇക്വിലിബ്രിയം നമുക്ക് ഞാൻ 2x ഇട്ടിട്ടാണ് ക്ലാസ് കണ്ട് ഒപ്പം തന്നെ നോട്ട് എഴുതിയെടുത്തായിരുന്നു. കെമിസ്ട്രി അങ്ങനെ പെട്ടെന്ന് ഒപ്പം എഴുതിയെടുക്കാൻ പറ്റും. മാത്സ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ക്ലാസ് ശ്രദ്ധിക്കേണ്ട കാര്യം ആയതുകൊണ്ടും
നോട്ട്സ് അങ്ങനെ ഒപ്പം ചിലപ്പോഴൊന്നും എഴുതിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. സോ കെമിസ്ട്രിയുടെ നോട്ട്സൊക്കെ ഒപ്പം എഴുതിയെടുത്തു. പിന്നെ നമ്മൾ ഒരു 5:30 ആയപ്പോൾ നമുക്കൊരു പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. സോ 5:30 ആകുമ്പോൾ നമ്മൾ ബ്രേക്ക് എടുത്തു. പിന്നെ ഒരു 7 മണി ആയപ്പോഴാണ് നമ്മൾ നമ്മുടെ കെമിസ്ട്രിയിൽ ഇക്വിലിബ്രിയം കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് കെമിസ്ട്രിയിൽ ഇക്വിലിബ്രിയത്തിൽ പാർട്ട് 3 തൊട്ട് പാർട്ട് 7 വരെ നമ്മുടെ പെൻഡിങ് ടോപ്പിക്കാണ്. സോ ഇന്ന് നമ്മൾ പാർട്ട് 3 കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഈ ആഴ്ച കൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ അങ്ങനെ പാർട്ട് 3 നമ്മൾ 2Xൽ ഇട്ടിട്ട് തന്നെ നോട്ട്സ് ഒപ്പം എഴുതി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ പിന്നെ രാത്രി ആയാൽ പിന്നെ ഞാൻ അങ്ങനെ പഠിക്കാറില്ല. അതായത് ഒരു ഫ്രഷ് ആയിട്ട് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാറില്ല. പെൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യും. സോ പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ഒന്ന് പുറത്ത് പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്ത് വരാമെന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫോണിൽ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കാറാണ് പതിവ്. സോ ഞാൻ പിള്ളേരുടെ കൂടെ പോയിട്ട് ക്യാരംസൊക്കെ കളിച്ചൊന്ന് ചില്ലായി വരാമെന്നാണ് വിചാരിച്ചത്. തിരിച്ചൊരു 10 മണിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാർട്ട് 3 മാത്സ് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വീട്ടിലെത്തുമ്പോൾ 11:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഉറങ്ങിപ്പോയി. പിന്നെ നമ്മൾ അങ്ങനെ ഫുള്ള് കിടന്നുറങ്ങി. അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയി.